ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഓഫ് ദി കമ്പോണൻറ്റ് ഹൂസ് ഐസോമെട്രിക് വ്യൂ ഈസ് ഗിവൺ ബിലോ. അല്ലേ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിലാണ്, സൈഡ് വ്യൂ ഡയറക്ഷനിലാണ്, ടോപ്പ് വ്യൂ. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. അത് നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരയ്ക്കണം. ഓക്കെ, ദെൻ ടോപ്പ് വ്യൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വരയ്ക്കുക? റെഫറൻസ് ലൈനും അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുന്നു. ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇത്രയും സർഫസാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? ഇത്രയും സർഫസ് മാത്രമല്ലേ കാണാൻ പറ്റൂ. ഈ കാണുന്ന സർഫസ് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സർഫസ് നമുക്ക് വരയ്ക്കാം. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 100 ആണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെയുണ്ട്, അത് 20 mm ആണ്. ഇതിൻ്റെ ഹൈറ്റ് 10 mm ആണ്, ഈ ഹൈറ്റ്. അപ്പോൾ ഇവിടെയും 20 ഇവിടെയും 20 ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ എത്ര കാണും? 60 ഉണ്ടാവും. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് 50 ആണ്. ഇത് മുതൽ ഇതുവരെ 10 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുതൽ ഇതുവരെ ഇനി എത്രയേ ഉള്ളൂ? 40 ആണ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 32 ആണ്. ഇവിടുത്തെ അതിൻ്റെ മെഷർമെൻറ്റ് ആണ് ഇവിടെ 36. ഓക്കെ, വരയ്ക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കണം. അപ്പോൾ അത് ഈ ഒരു പോർഷൻ വിട്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. നമുക്കപ്പോൾ ഇവിടെ നിന്നൊരു 70 താഴേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്ക് മാക്സിമം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് വരയ്ക്കാം. ആദ്യം നിങ്ങൾക്ക് ആ ഫ്രണ്ട് വ്യൂ ഇത്രയും പോർഷൻ വെച്ചിട്ട് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാം. 100 ആണ് വരുന്നത്. ഓക്കെ, 100 തന്നെ ഇവിടെ ഇങ്ങനെ 20 പോർഷനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ കഴിച്ചിട്ട് ബാക്കി വരയ്ക്കാം. ഇത് മുതൽ ഇതുവരെ 20 ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 60 വരെ, അല്ലേ, ബാക്കി 80 വരെ. ഇവിടെയും അതുപോലെ ബാക്കി 20 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ ഓപ്പണിംഗ് ആണ്. നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തു. ഇവിടെയാണ് അടുത്ത 20 വരുന്ന പോർഷൻ. ഈ എൻഡ് നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് എത്രയാണ് മുകളിലേക്ക്? 10 ആണ്. ആ 10 mm നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു 10 mm. അവിടെ നിന്ന് എത്രയാണ് പുറത്തോട്ട്? 20 മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 20 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് എത്രയാണ്? ഇത് മുതൽ ഇതുവരെ 50 ആണല്ലേ. സോറി, ഇത് മുതൽ ഇതുവരെ തന്നെയാണ് നമുക്ക് 50 വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുതൽ അതുവരെ എത്രയാണ്? 50 മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ 50 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 32 ആണ്. ആ 32 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു 32 മാർക്ക് ചെയ്യാം. 30 ആയി, 32. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 15 ആണ്. ആ 15 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ പോർഷനിൽ എത്രയുണ്ട്? 15 മാർക്ക് ചെയ്യുക. ഇതിനെ ക്ലോസ് ചെയ്യുന്നു. ഇത്രയും കണ്ട പോർഷൻസ് നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇനി എന്താ വരയ്ക്കേണ്ടത്? അപ്പോൾ ഇത് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ഒരു ഓപ്പണിംഗ്. ഈ ഓപ്പണിംഗ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ പോർഷനിൽ നമ്മൾ കാണിക്കണം. അതായത് 10 mm താന്ന് ഉള്ളൊരു ഓപ്പണിംഗ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 10 mm എടുക്കുക. എന്ത് ചെയ്യുക? ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് കാണിക്കുക. ഹിഡൻ ആയിട്ട് നമ്മൾ കാണിച്ചു. ഇത് സൈഡിലല്ലോ, ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി എന്താ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ മുകളിൽ നോക്കുന്ന വ്യൂ ആണ്. മുകളിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന സർഫസ്, ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ സർഫസ് കാണാൻ കഴിയും. ഈ സെൻട്രൽ പോർഷൻ കാണാൻ കഴിയും.
അതുപോലെ തന്നെ ഇത്രയും പോർഷൻ കാണാം. ശരിയല്ലേ? ഇത്രയും പോർഷൻസാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റുന്നത്. ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫ്രണ്ട് വ്യൂവിനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നമുക്ക് ആ നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതുപോലെ ഈ സർഫസും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 100 ഉണ്ട്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 100. അത് തന്നെ നമ്മളൊരു മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 70 ആണ്. ആ 70 നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ. ഇതുപോലെ 2 എഡ്ജിലും 70 മാർക്ക് ചെയ്യണ്ടേ? 2 എഡ്ജിലും ഈ പോർഷനിലും നമ്മൾ 70 മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 32 ഉണ്ട്. ആ 32 ഒന്നുകിൽ നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താലും മതി. നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിന്. ഓക്കെ. ദെൻ ഇവിടെയും 32 ഉണ്ട്. ദെൻ അപ്പോൾ ഈ പോർഷനായി കഴിഞ്ഞു, സെൻട്രൽ പോർഷനായി കഴിഞ്ഞു. ദെൻ ഇവിടെ ഈ ഒരു വരുന്ന പോർഷനിലാണ് ഇനി നമുക്ക് ഇങ്ങനത്തെ ഡിവിഷൻ ഉള്ളതല്ലേ? ഓക്കെ. ഇത് മുതൽ ഇതുവരെ 25 ഉണ്ട്. ഇത് മുതൽ ഇതുവരെയും 25 ഉണ്ട്. ദെൻ ഇവിടുത്തെ 20. അത് മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഇത് മുതൽ ഇതുവരെ 25. ദെൻ മുകളിൽ നിന്നും അതുപോലെ താഴേക്ക് 25. ഇവിടെ മാർക്ക് ചെയ്തു. ഇത് നമ്മൾ മാർക്ക് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ഏതാണ്ടായി കഴിഞ്ഞു. ടോപ്പ് വ്യൂ ഏതാണ്ടായി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ? അത് രണ്ടും നമ്മൾ ടോപ്പ് വ്യൂവിൽ കാണിക്കണം. അതായത് ഇത് മുതൽ ഇതുവരെ 20, ഇത് മുതൽ ഇതുവരെ 20. നോക്കി, ഇതുവരെ 20യും ഇവിടെയും അതുപോലെ 20 ഉള്ളത് നമ്മളെങ്ങനെ മാർക്ക് ചെയ്യണം? അതിൻ്റെ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യണം. ശരിയല്ലേ? അതുപോലെ ഇവിടെയും അതുപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആയി കഴിഞ്ഞു. ഇനി ഏതാ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. അതായത് ലെഫ്റ്റ് സൈഡ് വ്യൂ. എവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ വരയ്ക്കുന്നു. നമ്മളിതിന് സൈഡ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും സർഫസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ബോട്ടം സർഫസ് കാണാൻ പറ്റും. ശരിയല്ലേ? ഈ ഒരു സർഫസ് കണ്ടോ, ഇവിടെ നിന്ന് വരെയുള്ള ഈ ഓപ്പണിങ്ങിനകത്തുകൂടി നമുക്ക് ഇത്രയും പോർഷനും കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്രണ്ട് വ്യൂ, നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ. നമ്മൾ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു. അതിന് ശേഷം ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 70 ആണ്. 70 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ദെൻ
ഇത് മുതൽ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഹൈറ്റ് ഇത് തന്നെയാണ്. അത് ഈ രണ്ട് എൻഡിലും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ 10 ആണ്. ഈ 10 എന്ന് പറയുന്ന പോർഷൻ ഇത് മുതൽ ഇതുവരെ ഇതിൻ്റെ അടിവശം കാണുന്നതാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ടൊരു ഓപ്പണിംഗ് ആണ്. പക്ഷേ ഈ സർഫസ് കാണുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരും. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പക്ഷേ നമ്മൾ ബോൾഡാക്കി. ദെൻ ഇവിടെ നിന്ന് 25 എടുക്കുക. ഇവിടെ നിന്നും 25 എടുക്കുക. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇവിടെയും 10 എടുക്കുക. ഇനി ക്ലോസ് ചെയ്യുക. ഇതല്ലേ ഇതിൻ്റെ സൈഡ് വ്യൂ. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് ഈ സർഫസ്. ഓക്കെ, ദെൻ ഇവിടെ ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഇവിടെ നിന്ന് താഴേക്ക് 15 mm എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് 15 mm എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു ഡോട്ടഡ് ലൈൻ കൊടുക്കുക. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഒരു ഹിഡൻ ലൈൻ കൊടുക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഡയമെൻഷൻസ് എല്ലാം ചെയ്യുക. ഓക്കെ.